ഹായ് ഓൾ, എയ്സിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് മുഹമ്മദ് ഫാരിസ്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കറണ്ട് അഫെയർസ് അല്ലെങ്കിൽ എക്കണോമിക് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് 2017 ജൂലൈ 1 ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നികുതി പരിഷ്കാരം വരുന്നുണ്ട്. GST, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് 101 ഭരണഘടന ഭേദഗതി അനുസരിച്ചിട്ട്. അപ്പോൾ അത് മുൻ വർഷങ്ങളിലെല്ലാം ആ ഒരു ഡേറ്റ് 2017 ജൂലൈ 1 എന്ന് പറയുന്ന ഡേറ്റ് ചോദിച്ചിട്ടുണ്ട്. PYQ ആണ്. അപ്പോൾ റീസെൻ്റായിട്ട് ആ GSTയുടെ നിരക്കുകളിൽ പലതും ഒഴിവാക്കിയിട്ടുണ്ട്, പുതിയ നിരക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പുതിയ നികുതി പരിഷ്കാരം റീസെൻ്റായിട്ട് ഇന്ത്യയിൽ അത് നടപ്പാക്കിയിട്ടില്ല, ഉടൻ തന്നെ നടപ്പാക്കും. അപ്പോൾ അതിൻ്റെ പ്രഖ്യാപനം വന്നിരുന്നു. തീർച്ചയായിട്ടും വരാൻ പോകുന്ന പരീക്ഷകളിൽ നമുക്ക് ഈ ഒരു നികുതി പരിഷ്കാരങ്ങളെക്കുറിച്ച് ഉറപ്പായിട്ടും അത് ഏത് ലെവൽ പരീക്ഷയായിക്കോട്ടെ, എക്കണോമിക്സ് ഭാഗത്തോ അല്ലെങ്കിൽ കറണ്ട് അഫെയർസ് റിലേറ്റഡ് ആയിട്ടോ ചോദിക്കാൻ സാധ്യതയുണ്ട്. സോ അതുകൊണ്ട് തന്നെ പുതിയ നികുതി പരിഷ്കാരങ്ങളെക്കുറിച്ചുള്ള സമഗ്രമായിട്ടുള്ള ഒരു ക്ലാസ്സാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ക്ലാസ് നിങ്ങൾ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. ഒരു ഭാഗം പോലും സ്കിപ്പ് ചെയ്യാനില്ല. കാരണം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്രധാനപ്പെട്ട പോയിൻറ്റ്സ്, അതായത് കോമ്പറ്റേറ്റീവ് എക്സാമിന് ആവശ്യമായ പോയിൻറ്റ്സ് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ക്യാപ്സ്യൂളായ ക്ലാസ്സാണ്. തീർച്ചയായിട്ടും നിങ്ങൾ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. വൺസ് അഗെയിൻ വെൽക്കം ടു എയ്സ്. അപ്പോൾ നമ്മൾ ആദ്യം ഈ ഒരു GST പരിഷ്കാരത്തിൻ്റെ 2025 പ്രഖ്യാപിച്ച ഇനി നടപ്പാക്കാൻ പോകുന്ന ഈ GST നികുതി പരിഷ്കാരത്തിൻ്റെ പശ്ചാത്തലത്തെക്കുറിച്ചാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് GST കൗൺസിലിൻ്റെ ഒരു യോഗം നടക്കുന്നുണ്ട്. ആ യോഗം നടന്ന ദിവസമാണ് സെപ്റ്റംബർ 3ഉം 4ഉം. ആ ഒരു എക്സാം പോയിന്റ് ഓഫിൽ നമുക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല. ആ ഡേറ്റ് നിങ്ങൾ കാണാപ്പടം പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ മനസ്സിലാക്കുക, 56ാമത് GST കൗൺസിൽ യോഗത്തിൽ 2025 സെപ്റ്റംബർ 3, 4 ദിവസങ്ങളിലായിട്ടാണ് ഈ ഒരു പ്രഖ്യാപനം, GST കൗൺസിലിൻ്റെ ഈ പ്രഖ്യാപനം വരുന്നത്. അപ്പോൾ ആ ഡേറ്റ് ഒരു ഇമ്പോർട്ടൻറ്റും ഇല്ല. നിങ്ങളത് കാണാപ്പടം പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാൽ അടുത്ത ഡേറ്റ്, ഈ ബോർഡിൽ കാണുന്ന, ഈ സ്ക്രീനിൽ കാണുന്ന അടുത്ത ഡേറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ പറഞ്ഞു, പ്രഖ്യാപനം 3ഉം 4ഉം ആണെങ്കിൽ ഈ ഒരു GST പരിഷ്കാരം നിലവിൽ വന്ന ദിവസം ഉണ്ടാവും, നിലവിൽ വരാൻ പോകുന്ന ദിവസം ഉണ്ടാവും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത പരീക്ഷകളിൽ ചോദിക്കാൻ സാധ്യതയുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ആ ഡേറ്റ് നിങ്ങൾ മറക്കരുത്. എന്നാണ് 2025 സെപ്റ്റംബർ 22. ഒന്ന് മനസ്സിലേക്ക് എടുത്തോ, 2025 സെപ്റ്റംബർ 22 അഥവാ നവരാത്രി ദിനത്തിലാണ് ഇത് പ്രാബല്യത്തിൽ വരിക എന്നുള്ളതാണ് ഔദ്യോഗിക അറിയിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, 2025 സെപ്റ്റംബർ 22 മുതൽ അഥവാ നവരാത്രി ദിനത്തിലാണ് ഈ ഒരു പുതിയ GST പരിഷ്കാരം നിലവിൽ വരുന്നത് എന്നുള്ളതാണ് ഔദ്യോഗിക അറിയിപ്പ്. അപ്പോൾ ഇതിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ GSTയുടെ തന്നെ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സിൻ്റെ പ്രധാന ഉദ്ദേശം എന്തായിരുന്നു? ഇന്ത്യയുടെ ആ ഒരു നികുതി പരിഷ്കാരം വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിലായിരുന്നു കടന്നിരുന്നത്. പലർക്കും അതുമൂലം പല പ്രശ്നങ്ങളും, ഈ നികുതി കാരണം കൊണ്ട് പല പ്രശ്നങ്ങളും പല വ്യവസായികൾക്കും മറ്റു പല മേഖലകളിലും അത് ബാധിച്ചിരുന്നു. സോ അത് ലഘൂകരിക്കാൻ വേണ്ടിയിട്ടാണല്ലോ GST 2017 ജൂലൈ 1 വന്നത്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നികുതി പരിഷ്കാരമായിരുന്നു GST എന്ന് പറയുന്നത്. ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് 101 ഭരണഘടനാ ഭേദഗതി നിലവിൽ വന്ന ഡേറ്റ് മറക്കരുത്, 2017 ജൂലൈ 1 ചോദിച്ചിട്ടുണ്ട്. ഇനിയും ചോദിക്കാം. നിങ്ങൾ കൃത്യമായിട്ടത് പഠിക്കുക തന്നെ വേണം. അതുപോലെ പുതിയ നികുതി പരിഷ്കാരം നിലവിൽ വരാൻ പോകുന്ന ദിവസം എന്നാണ് 2025 സെപ്റ്റംബർ 22. നിങ്ങൾ ഈ ഒരു ഡേറ്റിന് ശേഷമാണ് ക്ലാസ് കാണുന്നെങ്കിൽ ഓൾറെഡി വന്നു കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഞാനിത് ഷൂട്ട് ചെയ്ത് വരാൻ പോകുന്നതിൻ്റെ മുൻപാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, കാണുന്ന സമയത്ത് ചിലപ്പം ആ ഒരു ഡേറ്റ് വന്നിട്ടുണ്ടാവും. അപ്പോൾ 2025 സെപ്റ്റംബർ 22 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ് ആണ്. കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചേ പറ്റൂ. പിന്നെ അതിൻ്റെ റീസൺ പറയുന്നുണ്ട്, നികുതി സമ്പ്രദായം ലളിതമാക്കുന്നതിനും ഉപഭോക്തൃ ഭാരം കുറയ്ക്കുന്നതിനുമായി GST സ്ലാബുകളുടെ ഒരു പുനഃസംഘടന. അതുതന്നെയായിരുന്നു GSTയുടെ പ്രധാന ഉദ്ദേശം തന്നെ. അതുതന്നെയായിരുന്നു വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ആ ഒരു ഇന്ത്യയുടെ നികുതി ആ ഒരു സിസ്റ്റം അതൊന്ന് ലഘൂകരിക്കുക, അതൊന്ന് ലളിതമാക്കുക, അതൊന്നുകൂടെ സ്മൂത്തായിട്ട് കൊണ്ടുപോവുക. അതുതന്നെയായിരുന്നു GSTയുടെ. അതിൽ തന്നെയാണ് ഇവിടെയും പറയുന്നത്. ആക്ച്വലി അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. എന്തായിരുന്നു GSTയുടെ പ്രധാന ലക്ഷ്യം എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് പുതിയ സ്ലാബുകളെ കുറിച്ചിട്ടാണ്. സീറോ നമ്മൾ സ്ലാബായിട്ട് നമ്മൾ പരമാവധി പറയാറില്ല അല്ലേ. അപ്പോൾ
സീറോ എന്ന് പറയുന്ന ആ ഒരു ഇളവ് അല്ലെങ്കിൽ ആ ഒരു സ്ലാബിൽ കിടക്കുന്ന ഉൽപ്പന്നങ്ങൾ 33 വിഭാഗങ്ങൾ പറയുന്നുണ്ട് മരുന്നുകൾ. നിങ്ങൾ എല്ലാ പോയിന്റ്സും ഇതിൽ എന്തൊക്കെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് എന്താണ് ആവശ്യമായിട്ടുള്ള മരുന്നുകൾ അല്ലേ, അതായത് ജീവൻ രക്ഷാ മരുന്നുകൾ, പിന്നെ അടിസ്ഥാന വിദ്യാഭ്യാസ സാമഗ്രികൾ, പിന്നെ ആരോഗ്യ ലൈഫ് ഇൻഷുറൻസ് പ്രീമിയങ്ങൾ, ചില രോഗനിർണയ കിറ്റുകൾ, കണ്ണടകൾ, ശസ്ത്രക്രിയ ഉപകരണങ്ങൾ, അതായത് കൂടുതലായിട്ടും മെഡിക്കൽ ആൻഡ് നമ്മുടെ എഡ്യൂക്കേഷൻ അതുമായി ബന്ധപ്പെട്ട മുഴുവൻ ഒബ്ജക്റ്റ് എന്ന് പറയുന്നില്ല, എന്നാലും ഓൾമോസ്റ്റ് എല്ലാ ഒബ്ജക്റ്റും എന്താണ് 0% സ്ലാബിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ജനറലായിട്ട് മനസ്സിലാക്കുക, ഇതിലെല്ലാ ഉൽപ്പന്നവും നിങ്ങൾ കാണാപ്പടം പഠിക്കണമെന്ന് വേണ്ട. ജീവൻ രക്ഷാ മരുന്നുകൾ, ക്യാൻസർ, അപൂർവ രോഗമരുന്നുകൾ, പിന്നെ അടിസ്ഥാന വിദ്യാഭ്യാസ സാമഗ്രികൾ, പുസ്തകങ്ങൾ, പിന്നെ ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ 0% സ്ലാബിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ സിമ്പിളായിട്ട് മനസ്സിലാക്കുക, ജീവൻ രക്ഷാ മരുന്നുകൾ അതുപോലെ വിദ്യാഭ്യാസവുമായി റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ ഇതൊക്കെയാണ് 0% സ്ലാബിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ക്ലിയർ ആണല്ലോ. അടുത്ത 5% സ്ലാബിൽ മെറിറ്റ് നിരക്ക്, അതായത് 5% സ്ലാബിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ്, അത് നമ്മൾ ഒരു ടോട്ടൽ ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ 5%ൽ നമ്മൾ അവശ്യ വസ്തുക്കൾ, ഓക്കെ, ദൈനംദിന ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്ന വസ്തുക്കൾ, പ്രധാനമായിട്ട് സോപ്പുകൾ, ഷാമ്പുകൾ, ടൂത്ത് പേസ്റ്റ്, പാലുൽപ്പന്നങ്ങൾ, പാക്ക് ചെയ്ത ഭക്ഷണങ്ങൾ, ഇങ്ങനെ ഓരോ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ജനറലായിട്ട് മനസ്സിലാക്കുക എന്തൊക്കെയാണ് 5% സ്ലാബിൽ വരുന്നത്. സിമ്പിളായിട്ട് മനസ്സിലാക്കുക, 5% സ്ലാബിൽ വരുന്നത് നമ്മുടെ ആവശ്യ വസ്തുക്കൾ, ദൈനംദിന ആവശ്യ വസ്തുക്കൾ, ഡെയിലി യൂസേജിന് നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കളുണ്ടല്ലോ, അതാണ് പ്രധാനമായിട്ടും 5% സ്ലാബിൽ പ്രധാനമായിട്ടും ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്ന കാര്യം നിങ്ങൾ പഠിക്കുക. ഓക്കെ, ഞാൻ പറഞ്ഞു ഇതിലെല്ലാ കാര്യവും നിങ്ങൾ ഇതിൽ ഓരോ കാര്യങ്ങളും നിങ്ങൾ എടുത്തെടുത്ത് പഠിക്കേണ്ട. നിങ്ങൾ സിമ്പിളായിട്ട് മനസ്സിലാക്കുക, ഒരു വസ്തു പറയുമ്പോൾ അല്ലേ, സോപ്പ് നമുക്ക് ഡെയിലി ആവശ്യമുള്ള കാര്യമാണ് സോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അതെന്തിൻ്റെ വിഭാഗത്തിലാണ്? 5% നിരക്കിലാണ്, ആ സ്ലാബിലാണ് ആര് വരുന്നത്? സോപ്പ്, ഷാമ്പുകൾ, ടൂത്ത് പേസ്റ്റ് അല്ലേ, ടൂത്ത് പേസ്റ്റ് ഒക്കെ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഡെയിലി യൂസ് ചെയ്യുന്ന സബ്സ്റ്റൻസ് ആണ് അല്ലെങ്കിൽ ഗുഡ്സ് ആണ് എന്തെന്ന് പറയുന്നത് ഈ 5% എന്ന് പറയുന്ന ആ ഒരു സ്ലാബിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ അവിടെ പറയുന്നുണ്ട് ഹോട്ടൽ താമസം പ്രതിദിനം 7500 വരെ എന്ന് പറയുന്ന ഒരു ഇത് പറയുന്നുണ്ട്. ആ നമ്പർ ഒന്ന് ഓർത്ത് വെച്ചേക്ക്. ഓക്കെ, 7500 മുകളിലാണെങ്കിൽ അടുത്ത സ്ലാബിലാണ് വരിക കേട്ടോ. ഹോട്ടൽ താമസം പ്രതിദിനം 7500 വരെയാണെങ്കിലാണ് 5% ആ ഒരു ഇളവുള്ളത്. ഓക്കെ, 7500 മുകളിലാണെങ്കിൽ അടുത്ത സ്ലാബിലാണ് വരിക. ഓക്കെ, ഇനി സാധാരണ 5 കഴിഞ്ഞാൽ 12 ആയിരുന്നു സ്ലാബ് എന്ന് പറയുന്നത് അല്ലേ. മുൻപത്തെ GST 2017 ജൂലൈ 1 വന്ന ആ ഒരു സ്ലാബ് പ്രകാരം 5% കഴിഞ്ഞ് അടുത്ത സ്ലാബ് എത്രയായിരുന്നു? 12% എന്നാൽ 12% എന്ന് പറയുന്ന സ്ലാബ് ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ 5% കഴിഞ്ഞാൽ അടുത്ത സ്ലാബ് എത്രയാണ്? 18% സ്ലാബാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റാൻഡേർഡ് പ്രൊഡക്ട്സ്, ഓക്കെ, നമ്മൾ അവശ്യ സാധനങ്ങൾ ഒരു സ്റ്റാൻഡേർഡ് എന്ന് പറയത്തില്ലേ. ഇപ്പോൾ എന്താ പറയുക, ഫോർ എക്സാമ്പിൾ ടി വി നമുക്കിപ്പോൾ ആവശ്യമുള്ള സാധനമാണോ? പണ്ടൊക്കെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്ക് ടി വി അത്ര ഒരു ആവശ്യമുള്ള സാധനമാണോ? അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് മൊബൈൽ ഫോണിലെല്ലാം നമുക്ക് കിട്ടുന്നതാണ് അല്ലേ. അപ്പോൾ നമുക്ക് ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സാധനങ്ങൾ അല്ലേ ആവശ്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്ര അനിവാര്യമുള്ള കാര്യങ്ങളൊന്നുമല്ല. അപ്പോൾ അങ്ങനെയുള്ള സബ്സ്റ്റൻസ് ആണ് എന്തിൽ വരുന്നത്? ഈ 18% നിരക്കിൽ വരുന്നത് എന്നുകൂടെ നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞു 0% ആണെങ്കിൽ പ്രധാനമായിട്ടും മെഡിക്കലും അതുപോലെ എഡ്യൂക്കേഷൻ പരമായിട്ടുള്ള പല സാമഗ്രികൾ, അതുപോലെ തന്നെ 5% ആണെങ്കിൽ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന സാധനങ്ങൾ എന്തൊക്കെയാണോ അതാണ് 5% നിരക്കിൽ വരുന്നത്. ക്ലിയർ ആണല്ലോ. ഓക്കെ, ഇനി 18% ആണെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് TV, AC, റെഫ്രിജറേറ്റർ, ഇതൊക്കെ എന്താണ് നമുക്ക് ആവശ്യമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്ര ഡെയിലി ആവശ്യമുള്ള സാധനമാണോ? അല്ല, നമുക്ക് ഒരു സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് എന്ന രീതിയിൽ വേണമെങ്കിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ 18% നിരക്കാണ് ഈ ഒരു ഇത്തരം സ്റ്റാൻഡേർഡ് നിരക്കുകളായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഒന്ന് വായിക്കുകയാണ്. ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ, അതുപോലെ ചെറിയ കാറുകളുടെ കാര്യം പറയുന്നുണ്ട്, പൊതുസേവനങ്ങളും ഇൻഷുറൻസ് പരിധിക്ക് മുകളിൽ, പിന്നെ എന്താ പറയുക, പ്രതിദിനം 7500-ൽ കൂടുതലുള്ള ഹോട്ടലുകൾ. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ 5% ആയിരിക്കായിരുന്നു. പ്രതിദിനം 7500-ന് താഴെയാണെങ്കിൽ 5%-ൻ്റെ ആ ഒരു കാറ്റഗറിയിലാണ് വിടുക. അതുപോലെ 7500-ന് മുകളിലാണെങ്കിലോ അതാണെങ്കിൽ
എന്താണ് 18% എന്ന് പറയുന്ന ആ ഒരു സ്ലാബിലാണ് അത്തരം ഹോട്ടലുകൾ പെടുക. അത് ഞാൻ പറഞ്ഞ ആ ഒരു നമ്പർ നോട്ട് ചെയ്ത് വെച്ചേക്ക്. കാരണം ആ ഒരു വാല്യൂ ഉള്ളത് കൊണ്ട് ചിലപ്പം അതൊരു എന്താ പറയുക, അതൊരു സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ ആയിട്ട് മാറാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് 7500 താഴെയുള്ള ഹോട്ടൽസ് ആണെങ്കിൽ, പ്രതിദിനം 7500 താഴെയുള്ള ഹോട്ടൽസ് ആണെങ്കിൽ അവർ 5% നിരക്കിലാണ് പെടുക. ഇനി 7500 കൂടുതലാണെങ്കിൽ അവർ 18% നിരക്കിലാണ് അവർ പെടുക. ദെൻ ഏറ്റവും ലാസ്റ്റായിട്ട് നമ്മൾ പറഞ്ഞു 12 ഒഴിവാക്കി അല്ലേ. 12 കഴിഞ്ഞാൽ അടുത്തത് 18 ആയിരുന്നു. 18 ഒഴിവാക്കിയിട്ടില്ല. 18 കഴിഞ്ഞാൽ മുൻപത്തെ സ്ലാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 28% പ്രധാനമായിട്ടും ആഡംബര വസ്തുക്കൾ, പിന്നെ ഓൺലൈൻ ഗെയിമിനൊക്കെ 28% നികുതി ഉൾപ്പെടുത്തിയിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അതൊരു PYQ ആണ്. അതുപോലെ പുകയില ഉൽപ്പന്നങ്ങൾ. അപ്പോൾ ഇതൊക്കെ 28% പണ്ട്. ഇപ്പോൾ എത്രയാണ്? 40% നികുതി നിരക്ക് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഡീമെറിറ്റ് ഓർ ആഡംബര നിരക്ക്. അപ്പോൾ ആഡംബരമായിട്ടുള്ള വസ്തുക്കൾ, ആഡംബര കാറുകൾ അല്ലേ, ഉയർന്ന നിലവാരമുള്ള കാറുകൾ, പുകയില ഉൽപ്പന്നങ്ങൾ, സിഗരറ്റുകൾ, ചുരുട്ടുകൾ, പഞ്ചസാര എയറേറ്റഡ് പാനീയങ്ങൾ, മറ്റു പാപകരം എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിന് ആവശ്യമില്ലാത്ത വസ്തുക്കൾ. സോ ഇതിനൊക്കെ എത്രയാണ്? 40%. പാപകരം എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും ലഹരി വസ്തുക്കളൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്തരം എന്താണ് വസ്തുക്കൾക്ക് 40% നിരക്ക് എന്നുകൂടെ നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ സിമ്പിളായിട്ട് നമ്മൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് സമ്മറൈസ് ചെയ്തിട്ട് ആവശ്യമുള്ള പോയിന്റ്സ് നമ്മൾ എടുത്തെന്ന് പറയുകയാണ്. ആദ്യം ആ ഡേറ്റ് നിങ്ങൾ ഓർത്തിരിക്കണം. പ്രാബല്യത്തിലുള്ള തീയതി എന്താണ്? 2025 സെപ്റ്റംബർ 22 എന്ത് ചെയ്യുന്നത്? ഈ ഒരു പുതിയ നികുതി പരിഷ്കാരങ്ങൾ നിലവിൽ വരുന്നത്. ഇനി നീക്കം ചെയ്ത സ്ലാബുകൾ ഏതൊക്കെയാണ്? 12%, 28%. അതുപോലെ നിലവിലുള്ള ഘടന എങ്ങനെയാണ്? 0, 5, 18, 40. പിന്നെ നമ്മൾ ഓരോ കാറ്റഗറി പറഞ്ഞു. 0% ആണെങ്കിൽ എന്തെങ്ങനെയാണ്? ജീവൻ രക്ഷാ മരുന്നുകൾക്കാണ് 0% GST ഉള്ളത്. അതുപോലെ ദൈനംദിന ആവശ്യമാണെങ്കിൽ 5%, സ്റ്റാൻഡേർഡ് ഉപഭോഗ വസ്തുക്കളാണെങ്കിൽ 18%, ഇനി ആഡംബര വസ്തുക്കളാണെങ്കിൽ 40%. നമ്മൾ ജനറലൈസ് ചെയ്ത് പറയുകയാണ്. പിന്നെ ഒരു സ്ഥാപനപരമായിട്ടുള്ള മാറ്റമാണ്. അതായത് സ്വാഭാവികമായിട്ടും പല തർക്കങ്ങൾ അല്ലേ, നികുതി പരിഷ്കാരങ്ങളാകുമ്പോൾ സ്വാഭാവികമായിട്ടും പല തർക്കങ്ങളുണ്ടാവും. അപ്പോൾ ഇത്രയും കാലം ഈ തർക്കങ്ങളൊക്കെ ഹൈക്കോടതിയിലേക്കാണ് പോയിരുന്നത്. അപ്പോൾ ഹൈക്കോടതിയിലേക്ക് പോകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഹൈക്കോടതിക്ക് വേറെയും കുറേ കേസുകളൊക്കെ നടത്താനുണ്ട്. സ്വാഭാവികമായിട്ടും നമുക്കതിനുള്ള ആ ഒരു റിപ്ലൈ കിട്ടാൻ ഒരു കാലതാമസം വരും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് 2025 ഡിസംബറോട് കൂടിയിട്ട് ഒരു ട്രിബ്യൂണൽ ഈ ഒരു GSTയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ട്രിബ്യൂണൽ വരുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആ പുതിയ ഒരു പരിഷ്കാരത്തിൻ്റെ ഭാഗമായിട്ട് ഈ തർക്കങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് 2025 ഡിസംബറോട് കൂടിയിട്ട് പുതിയ ട്രിബ്യൂണൽ ഈ GSTയുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ പരിഹരിക്കുന്നതിന് നിലവിൽ വരുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ എത്രയാണ് അതിൻ്റെ പരിധി? സ്വാഭാവികമായിട്ടും ഇതുപോലെ എല്ലാ കേസും നമുക്ക് എങ്ങോട്ട് പോകാൻ പറ്റുമോ? GST ട്രിബ്യൂണലിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് അവിടെയും ഒരുപാട് കേസുകൾ കെട്ടിക്കിടക്കും. അപ്പോൾ അവിടെയും ഒരു പരിധിയൊക്കെ നിശ്ചയിക്കും. തീർച്ചയായിട്ടും ആ ഒരു ട്രിബ്യൂണൽ നിലവിൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സ്ട്രക്ചർ നമുക്ക് ലഭിക്കും. തീർച്ചയായിട്ടും ആ സമയത്ത് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഒരു സമ്മറൈസ് ചെയ്ത് മനസ്സിലാക്കേണ്ട ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇതെന്ന് പറയുന്നത്. ഈ ഒരു ഭാഗം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ആ ഡേറ്റ് 2025 സെപ്റ്റംബർ 22 GST ട്രിബ്യൂണൽ നിലവിൽ വരുന്നതെന്നാണ്. 2025 ഡിസംബറോട് കൂടി എന്നാണ് പറയുന്നത്. പിന്നെ നീക്കം ചെയ്ത സ്ലാബുകൾ 12ഉം 28ഉമാണ്. നിലവിലെ ഘടന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0, 5, 18, 40% ജീവൻ രക്ഷാ മരുന്നുകളാണെങ്കിൽ 0% ആണ്. പിന്നെ നമ്മൾ ദൈനംദിന ആവശ്യങ്ങൾക്കാണെങ്കിൽ 5% ആണ്. ഒരു സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ആണെങ്കിൽ അതൊരു TV അങ്ങനത്തെ ഇതൊക്കെയാണെങ്കിൽ 18% GST. ഏറ്റവും ആഡംബരമായിട്ടുള്ള കാറുകൾ അതുപോലെ ലഹരി വസ്തുക്കളൊക്കെ ആണെങ്കിൽ 40% GST എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഇതിലെ പോയിന്റുകൾ വരുന്ന എക്സാമിൽ നമുക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ ഏസ് വരാൻ പോകുന്ന LP UP അതുപോലെ തന്നെ ജനറൽ PSC അതുപോലെ HST എക്സാംസ് ഒക്കെ വരാനിരിക്കുന്നുണ്ട്. സോ അതിനൊക്കെ ആയിട്ട് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾ കൃത്യമായിട്ട് ഈ ഒരു റാങ്ക് ലിസ്റ്റുകളിൽ ഈ പറഞ്ഞ പോസ്റ്റുകളുടെ റാങ്ക് ലിസ്റ്റുകളിൽ മുന്നിലെത്താൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏസിൻ്റെ ഓഫ്ലൈനോ ഓൺലൈൻ ക്ലാസ്സുകളിലോ ജോയിൻ ചെയ്യാവുന്നതാണ്. നമുക്ക് മുൻ വർഷങ്ങളിലൊക്കെ
നല്ല റിസൾട്ടാണ്. 10th ആണെങ്കിലും ഇപ്പോൾ LDC ആണെങ്കിലും LGS ആണെങ്കിലും 1ാം റാങ്ക് ഉൾപ്പെടെ മികച്ച റാങ്ക് നമുക്ക് കരസ്ഥമാക്കാൻ സാധിച്ചിട്ടുണ്ട്. റീസെൻ്റ് ആയിട്ട് വന്ന SSST റാങ്ക് ലിസ്റ്റിലൊക്കെ ഒരു ആദ്യത്തെ 10 റാങ്കിലൊക്കെ ഏകദേശം 5+ ആളുകളൊക്കെ നമ്മുടെ കുട്ടികളായിരുന്നു. ആദ്യത്തെ 10 റാങ്കിൽ നിന്നൂടെ ഓർക്കണം കേട്ടോ. 2, 3, 4, 5, 6 ഒക്കെ നമ്മുടെ കുട്ടികൾ തന്നെയായിരുന്നു. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് HSST ഒക്കെ ഫോക്കസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഏറ്റവും നല്ല ഒരു ഓപ്ഷനാണ് ACE എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും നമ്മൾ ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് വേണ്ടിയിട്ട് താഴെ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് ആ ഒരു ബാച്ചിൻ്റെ സ്ട്രക്ചറും അതുപോലെ തന്നെ ഫീസും കാര്യങ്ങളൊക്കെ അറിയാൻ സാധിക്കുന്നതാണ്. ഒട്ടും സമയം കളയാനില്ല. നമ്മളൊരു ലോങ് എക്സാംസ് ആണ്. ഏത് എക്സാം ഇപ്പോൾ ഡിഗ്രി ലെവലാണെങ്കിലും +2 ലെവലാണെങ്കിലും ബിഗിനേഴ്സിനൊക്കെ പ്രത്യേകിച്ച് അവർക്ക് വലിയൊരു ഡ്യൂറേഷൻ ഈ ഒരു എക്സാമിലേക്ക് പ്രിപ്പയർ ചെയ്യാൻ ആവശ്യമുണ്ട്. സോ അതുകൊണ്ട് തന്നെ അവർക്ക് ഏറ്റവും പഠിച്ചു തുടങ്ങാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ടൈമാണ് ഈ ഒരു ടൈം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. അടുത്ത വീഡിയോയിൽ നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു.